ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ മഞ്ജിമ ഹോട്ടൽ. ഇന്ന് നമുക്ക് രാവിലെ ഒരു ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ 5 പേർക്ക് ചീനിയും ഇറച്ചിയും കൊടുക്കണം. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇറച്ചി നമ്മളെ ഇവിടെ കിട്ടാൻ പാടായിരുന്നു. അങ്ങനെ അപ്പോഴേ തന്നെ വാളകത്ത് പോയി അവിടെ ചീനിയും ഇറച്ചിയും ഉണ്ടായിരുന്നു. നല്ല പോത്തിറച്ചിയാണ് കിട്ടിയത്. നല്ല പോത്തിറച്ചിയും അപ്പോഴ് കൊണ്ടുവന്ന ചീനി ഇറച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലോട് കൂടിയാണ് കിട്ടിയത്. എല്ലോട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് ഇറച്ചി. അങ്ങനെ ആ ഇറച്ചിയെല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി അതെല്ലാം ഒന്ന് ചതച്ച് വെക്കണം. ഗ്രൈൻഡറിലിട്ട് അരഞ്ഞു പോകരുത്, ചതച്ച് വെച്ച് എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ഇറച്ചിയിൽ നമ്മൾ ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, ആദ്യം അത് എല്ലാം ചേർത്തൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ്, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലകളില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, അതിൽ നിന്ന് എല്ലാത്തിനും കൂടെ കുറച്ച് വീതം ചേർത്തിട്ട് നമ്മൾ സവോള ഉള്ളിയും ചേർത്ത് നല്ലതുപോലെ അതിനകത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ തിരുമ്മി ചേർത്ത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതങ്ങനെ നമ്മൾ വെച്ച് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചീനി വെക്കാനുള്ള പരിപാടി തുടങ്ങി. ഇത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അതിന് മുന്നിലായിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം. ഗ്രൈൻഡറിലിട്ട് അരയ്ക്കരുത്. ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം, അതിൻ്റെ ഉൾഭാഗം ഒന്ന് ചതയുന്ന രീതിയിൽ. ഇതിനിടയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറച്ചി ചേർക്കാനുള്ള മസാല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വറുക്കാതെയാണ് പൊടിപ്പിച്ചത്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം, ചെറുതായിട്ട് കരിഞ്ഞു പോകാതെ ചൂടാക്കിയെടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചൂടാക്കിയെടുത്ത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള. അപ്പോൾ അവർ നമ്മളടുത്ത് ആദ്യമേ പറഞ്ഞതെന്ന് വെച്ചാൽ, ചേച്ചി ചീനിയിൽ ഒഴിച്ച് കഴിക്കാനാണ് ഞങ്ങൾക്ക് നല്ല ഗ്രേവി വേണം, ഗ്രേവിയോടുകൂടി തരണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ മസാല ചേർക്കണം, അപ്പോഴേ നല്ല ഗ്രേവി കിട്ടും. അപ്പോൾ അത് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിട്ട് അത് തണുക്കുമ്പോൾ ഗ്രൈൻഡറിൽ വെച്ച് അരയ്ക്കണം. അരച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകതയെന്ന് വെച്ചാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അരച്ചില്ലെങ്കിൽ കറി പിന്നെ വെള്ളം വേറെ, മല്ലി വേറെ, മുളക് വേറെ അങ്ങനെ കിടക്കും. അരച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സായി ഇതിലങ്ങ് ചേരും, ഇറച്ചിയിലങ്ങ് ചേരും. അപ്പം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് ഉലുവ ഇട്ട്, ബീഫ് ആകുമ്പോൾ അതിനകത്ത് കുറച്ച് ഉലുവ ഇടണം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ സാധനങ്ങളും ചേർത്ത്, ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് ഈ എണ്ണയിൽ തന്നെ ആദ്യം ഉലുവ ഇടുന്നതിനോടൊപ്പം നമ്മൾ ഗരം മസാല ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിടണം. അതങ്ങോട്ട് ഇടുമ്പോൾ എന്താ മണമെന്നറിയാവോ, നല്ല അടിപൊളി മണമാണ്. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലൊഴിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റെസ്റ്റ് എടുക്കാൻ വെച്ചിരുന്ന ബീഫ് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പകുതി വേവേ ആക്കി വെച്ചിട്ടുള്ളായിരുന്നു. ബീഫ് പകുതി മാത്രമേ വേവിച്ചിട്ടുള്ളൂ. പകുതി വേവ് നമ്മൾ ഈ കറിയിൽ കിടന്ന് വേവണം, ഈ മസാലയിൽ കിടന്ന് ചെറിയ തീയിൽ വേവണം. അപ്പം ഒരു 10-20-30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ ആ ഇറച്ചിയെല്ലാം ഈ മസാല ഇറച്ചിയിലെല്ലാം പിടിച്ച് നല്ല വെന്ത് പാകമാവും. അവർ പറഞ്ഞതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രേവി എല്ലാം ഇതാക്കി നമ്മൾ ഇറച്ചി അടച്ചു വെച്ച് ഉപ്പെല്ലാം നോക്കിയിട്ട് അടുത്ത നമ്മൾ ചീനി വയ്ക്കാനായിട്ട് ഒരുങ്ങി. ചീനിയെല്ലാം കഴുകി വൃത്തിയാക്കി ചീനിയെല്ലാം അരിഞ്ഞെടുത്ത് അത് പാത്രത്തിലേക്കാക്കി അടുപ്പത്ത് വെച്ച് ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കി, അത് കഴിഞ്ഞിട്ടാണ് ചീനി ഇട്ടത്. അടുപ്പിൽ വെച്ച് ചീനി തിളച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ചീനിയിലിടാനായിട്ട് നമ്മൾ വെളുത്തുള്ളി, മഞ്ഞൾ, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചെടുത്ത്, തേങ്ങ ചേർക്കില്ല. ഇറച്ചിയൊക്കെ കഴിക്കുന്ന ചീനിയുടെ അകത്ത് നമ്മൾ തേങ്ങ അരയ്ക്കത്തില്ല. അപ്പോൾ ഇവിടെ കറി റെഡിയായി.
ചീനിയും റെഡിയായി. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12:30 മണിയായി, എല്ലാം റെഡിയായി. അപ്പോഴും ഒരാൾ വന്ന് ഇറച്ചിയും ചീനിയും വേണമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ എടുത്തു.